മേൽവിലാസമില്ലാത്തൊരു ആയുസിന്റെ ഒടുക്കം. അബ്ദുൾ റഹ്മാൻ ചാത്തന്നൂർ മണ്ണിൽ അന്ത്യവിശ്രമമൊരുക്കി. ജനിച്ച മണ്ണിലോ ജീവിച്ച തെരുവുകളിലോ അടയാളങ്ങളൊന്നും ബാക്കി വെക്കാതെ അബ്ദുൾ റഹ്മാൻ എന്ന പേരിൽ മാത്രം സ്വന്തം അസ്തിത്വം ചുരുക്കി അയാൾ യാത്രയായി. കാരംകോട് എല്ലാം മാളിന് സമീപത്തെ കടത്തിണയിൽ രോഗാതുരനായ ശരീരവുമായി കഴിഞ്ഞിരുന്ന ഈ മനുഷ്യൻ അനാഥത്വത്തിന്റെ എല്ലാ നിശബ്ദതയോടെയുമാണ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ മെയ് 31-നായിരുന്നു കനത്ത മഴയിൽ നനഞ്ഞു വരച്ച നിലയിൽ ഇദ്ദേഹത്തെ നാട്ടുകാർ കാണുന്നത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ശ്രീകുമാറും ജീവകാരുണ്യ പ്രവർത്തകൻ അതിജീവൻ കിഷോറും ചേർന്ന് ഇദ്ദേഹത്തിന് പുതുവസ്ത്രങ്ങൾ നൽകുകയും പോലീസിന്റെ സഹായത്തോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ദിവസങ്ങളോളം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ജൂൺ 21-ാം തീയതി ആ ജീവിതം അവസാനിച്ചു. തന്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്ന് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നത്. സ്വന്തക്കാരോ ബന്ധുക്കളോ എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ ആ ഓർമ്മകൾ നിശബ്ദമായിരുന്നു. രാവിലെ എന്നെ ഒരാൾ വിളിച്ച് ഇൻഫോം ചെയ്യുകയായിരുന്നു, ഇങ്ങനെ കടയുടെ എല്ലാം മാളിന് തൊട്ട് സമീപത്തുള്ള ഒരു കടയുടെ മുമ്പിൽ ഒരു വയസ്സായ ഒരു മാമൻ സുഖമില്ലാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നെ ഇൻഫോം ചെയ്തത്. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ചെത്തുകയും അദ്ദേഹത്തിന് ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞ സഹോദരൻ തന്നെയാണ് ഫുഡ് വാങ്ങിക്കൊടുക്കുകയും ദോശ എന്ന് 2 വട്ടം പറഞ്ഞതനുസരിച്ച് പുള്ളിക്കാരൻ ദോശ വാങ്ങിക്കൊടുക്കുകയും അദ്ദേഹത്തോട് സമീപിച്ച് അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ പുള്ളി പറയാറുള്ളൂ. അബ്ദുൾ റഹ്മാൻ എന്നുള്ള പേര് മാത്രം പറയുകയും വേറൊന്നും പുള്ളിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, അവശനായിരുന്നു. പെട്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്യുകയും അപ്പോഴും എസ് ഐ ടീമും അവിടെ വരികയും അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ അതിജീവനുള്ള കിഷോറിനെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആംബുലൻസ് കൊണ്ടുവരികയും അതിനകത്ത് ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ 21-ാം തീയതി ഞാൻ അറിയുന്നത് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അതിനുശേഷം പിന്നെ പോലീസ് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനവിടെ പോയി മൊഴി കൊടുക്കുകയും ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് പത്രത്തിൽ വാർത്തയായി വന്നതിന് ശേഷവും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് മനസ്സിലാക്കുകയും ഏതെങ്കിലും ഒരു ജമാഅത്ത് അത് ഏറ്റെടുത്ത് സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ വയോധികൻ അവസാന കാലഘട്ടങ്ങളിൽ ഒരു പുണ്യ കർമ്മമായി തീരുമെന്ന് എനിക്ക് തോന്നി. ഞാനിന്ന് കിഷോറുമായിട്ട് കിഷോർ പറഞ്ഞ് ഇവിടുത്തെ ജമാഅത്തിനെ അറിയിക്കാമെന്ന് പറഞ്ഞ്, പക്ഷെ അതിൻ്റെ എന്തോ നൂലമാലകളൊക്കെ ആയിട്ട് നീണ്ടുപോയി. എന്തായാലും ഇന്ന് ഈ സമയത്ത് ഈ പള്ളി അങ്കണത്തിൽ സംസ്കരിക്കാൻ ഇവർ എടുത്ത ആ ഒരു സൽക്കർമ്മത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മരണശേഷവും ആഴ്ചകളോളം മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ തണുപ്പിൽ ആ ശരീരം കാത്തുകിടന്നു. ഒരൊറ്റ അന്വേഷണം പോലും എവിടെ നിന്നും എത്തിയില്ല. ഒരു മനുഷ്യായുസിന്റെ ഒടുക്കം ഇത്രമേൽ ഒറ്റപ്പെട്ടതാകരുതെന്ന ബോധ്യത്തിൽ നിന്നാണ് ചാത്തന്നൂർ മുസ്ലിം ജമാഅത്ത് ആ മയ്യത്ത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. മനുഷ്യത്വം അടയാളപ്പെടുത്തിയ യാത്രയയപ്പ് ജമാഅത്ത് ഇമാം നിഹാസ് മന്നാനിയുടെ കാർമ്മികത്വത്തിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷം പൂർണ്ണമായ മതപരമായ ചടങ്ങുകളോടെ മൃതദേഹം കബറടക്കി. ചോരബന്ധങ്ങൾ അന്യമായ ഒരു മനുഷ്യന് ഒരു നാടിന്റെ നന്മയാണ് ഒടുവിൽ കൂട്ടായി എത്തിയത്. കേരള സംസ്ഥാന മുസ്ലിം യുവജന ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഹുസൈൻ മന്നാനി, ട്രഷറർ നഷീദ് ഭാഗവി, ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ കലാം, ജോയിന്റ് സെക്രട്ടറി സാദിഖ്, അജ്മൽ മുസ്ലിയാർ കൂട്ടിക്കട, KMYF സംസ്ഥാന സമിതി അംഗം സിദ്ദിഖ് മുസ്ലിയാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകുമാർ, അതിജീവൻ കിഷോർ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ ഒരു 11 മണിയോടുകൂടി ചാത്തന്നൂർ മുസ്ലിം ജമാഅത്തിൻ്റെ ഭാരവാഹികളിൽപ്പെട്ട പ്രിയപ്പെട്ട സദീഖ് സാഹിബിൻ്റെ ഒരു വോയിസ് കേൾക്കാനിടയായി. ഒരു അനാഥ മയ്യത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം. മയ്യത്ത് ഖബറടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കുകയും സന്നദ്ധമാവുകയും ചെയ്തു. പക്ഷെ ഇടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ വന്നു. അൽഹംദുലില്ലാ, ആ തടസ്സങ്ങളൊക്കെ മാറ്റി ആ പ്രിയപ്പെട്ട പിതാവിനെ ചാത്തന്നൂർ മുസ്ലിം ജമാഅത്തിൽ ഖബറടക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. സന്തോഷമുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം
മുസ്ലിമീങ്ങൾ അടക്കപ്പെടുന്ന ഭാഗത്ത് അടക്കപ്പെടുക എന്ന ഒരു വലിയ ഭാഗ്യം ഒരുപക്ഷെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിരുന്നതാണ് ഇത്തരം ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേര്, പ്രത്യേകിച്ചും ഈ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടതാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വന്ന അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായ ഖാത്തർ മുസ്ലിം ജമാഅത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ മരണം കേവലമായൊരു വാർത്തയല്ല, അത് ആൾക്കൂട്ടത്തിനിടയിലും മനുഷ്യൻ നേരിടുന്ന വലിയൊരു ഏകാന്തതയുടെ നേർചിത്രമാണ്. ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വരും തലമുറയെയെങ്കിലും പ്രേരിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി അബ്ദുൾ റഹ്മാന്റെ ജീവിതം മാറുന്നു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.